എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ജിറോജിനെ കാണിക്കുന്നു. അവൻ മൊറീനോയെ വിശ്വസിച്ച് ജയിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ്. ഇവിടെ മൊറീനോയെ ആ ഒരു പച്ചമുടിക്കാരൻ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അവൻ പറയും, നീയും എന്നെ പോലെ ഒരു പെരുങ്കള്ളനാണ്, നിന്റെ ചേട്ടനെ ഒറ്റിക്കൊടുത്ത് നീ ഓടിപ്പോന്നു, അതുപോലെ തന്നെയാണ് ഞാനും എന്ന് പറയും. നമ്മുടെ പച്ചമുടിക്കാരൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇവൻ പേടിച്ചോടി മറ്റേതോ ദിശയിൽ തെറ്റായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ്. നീ എല്ലാവർക്കും ദ്രോഹം മാത്രമേ ചെയ്തിട്ടുള്ളൂ, നിനക്ക് ജീവിച്ചിരിക്കാൻ യാതൊരു അർഹതയില്ലെന്ന് പറഞ്ഞ് പച്ചമുടിയൻ വില്ലൻ അവന്റെ കയ്യിൽ ബ്ലേഡ് എടുത്ത് നമ്മുടെ ആളെ ഒരൊറ്റ വെട്ട്. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത നമ്മുടെ കുട്ടപ്പനാവട്ടെ കടലിൽ കൂടെ ഒയ് ഹൊയ് ഒയ് ഹൊയ് എന്നൊക്കെ പറഞ്ഞ് നീന്തിക്കൊണ്ടിരിക്കുകയാണ്. സാക്കുറയ്ക്ക് ഓൾറെഡി അടി കിട്ടിയതുകൊണ്ട് തന്നെ നീ ഓക്കെ അല്ലേ എന്ന് സാഹസുക ചോദിക്കും. അതിനവള് ഞാൻ ഓക്കെയാണ്, എനിക്ക് കുഴപ്പമില്ല എന്ന് മറുപടി പറയും. അപ്പോൾ അതേ സമയത്ത് ലോങ് ഷോട്ടില് ആ 3 നിഞ്ചകള് അവര് വെള്ളത്തിനടിയില് നമ്മുടെ ആൾക്കാരെ നോക്കിയിരിക്കുകയാണ്. നമ്മുടെ ആൾക്കാർ നീന്തുന്നതിനിടയില് നമ്മുടെ കുട്ടപ്പനെ അവര് താഴേക്ക് പിടിച്ച് വലിക്കും. സാസുക സാക്കുറയെ നോക്കും. അവൻ ഈ സമയത്ത് പോലും തമാശ കളിച്ചുകൊണ്ടിരിക്കുകയാണോ, അവൻ നമ്മളെ പറ്റിക്കാൻ നോക്കുകയാണെന്ന് സാസുക പറയുമ്പോ സാക്കുറ ആവട്ടെ അവൻ തമാശ കളിക്കുകയല്ല, എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് അവള് വെള്ളത്തിന്റെ അടിയിലേക്ക് പോകും. വെള്ള നിഞ്ചാസ് 3 പേരും ചേർന്ന് കുട്ടപ്പനെ കടലിന്റെ അടിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഒരുപാട് നേരം വെള്ളത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയും. കാരണം അവരുടെ ജിപ്സു ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുക വെള്ളത്തിൽ വെച്ചിട്ടാണ്. കുട്ടപ്പന് ശ്വാസം മുട്ടിയിട്ട് കിടന്ന് നിലവിളിക്കുന്നുണ്ടാവും. സാസുക ആവട്ടെ താഴേക്ക് പോയി ഉടൻ തന്നെ അവന്റെ വാട്ടർ ജിപ്സ് ഉപയോഗിക്കും. ഉടനെ വില്ലന്മാര് സാസുകയുടെ കൈ പിടിച്ച് തിരിച്ച് അവനെ മടക്കി ലോക്ക് ചെയ്യും. സാസുകയും പിടിച്ച് വെള്ളത്തിന്റെ അടിത്തട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ അവൾക്ക് ശ്വാസം മുട്ടും. അത് കണ്ട കുട്ടപ്പനാവട്ടെ അവൻ കറങ്ങി അടിച്ച് എല്ലാവരെയും തൊഴിച്ചു തെറിപ്പിക്കും. എന്നിട്ട് ഒരുപാട് ക്ലൗൺസിനെ പുറത്തെടുത്ത് പിന്നെ പൊരിഞ്ഞ ഫൈറ്റ്. അവര് വീണ്ടും കുട്ടപ്പനെ പിടിച്ചു വലിച്ച് അവന്റെ ചെവി തന്നെ കുത്താണ്. നീ ക്ലൗൺസ് കൊണ്ട് ഞങ്ങൾക്ക് പണി തരുവല്ലേടാ എന്നും പറഞ്ഞ് അവൻ ഇടിച്ചുകൊണ്ടേയിരിക്കും. ആ വേദനയില് കുട്ടപ്പനാവട്ടെ അവന്റെ എല്ലാ ക്ലൗൺസിനും ഒരു സിഗ്നൽ കൊടുക്കും. അവര് പതിയെ താഴെ ഒരു പാറയിൽ പോയിട്ട് റെസിംഗൻ ടെക്നിക് ഉപയോഗിക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കും. അവരെല്ലാവരും ആ ഒരു റെസിംഗൻ പവർ ഉപയോഗിച്ചുകൊണ്ട് കടലില് വലിയൊരു ചുഴി ക്രിയേറ്റ് ചെയ്യും. കറക്റ്റ് ടൈമിൽ കുട്ടപ്പനാവട്ടെ ആ 3 നിഞ്ചകളെയും ചുഴിയിലേക്ക് തള്ളിവിട്ട് കൂളായിട്ട് രക്ഷപ്പെടും. കുട്ടപ്പൻ വെട്ടിത്തിരിഞ്ഞ് ഈസി ആയിട്ട് സാക്കുറെ പൊക്കിയെടുക്കുമ്പോ ഇവിടെ സാസുകയുടെ കിളി പോയിട്ട് അവനെ നോക്കി നിൽക്കും. അവളെയും പൊക്കിയെടുത്ത് കുട്ടപ്പൻ കരയിലേക്ക് ഓടുമ്പോ കാല് തന്നെ അവിടെ അടിച്ചു വീഴും. പെങ്കൊച്ച് ലൈറ്റായിട്ട് കണ്ണു തുറന്ന് സാസുകെ എനിക്ക് CPR താ എന്ന് പറയുമ്പോ കിട്ടിയ ചാൻസ് മുതലാക്കാന്നും പറഞ്ഞ് കുട്ടപ്പൻ വാ കൊണ്ട് അവളുടെ അടുത്തേക്ക് ചെല്ലുമ്പോ നമ്മുടെ പെണ്ണ് ചാടി വീണ് അവന്റെ മോന്തയ്ക്ക് ഒരു ഒറ്റ ഇടി. കുട്ടപ്പനെ അടിച്ചിട്ട് ഇപ്പൊ സാസുകയും സാക്കുറയും മുൻപോട്ട് നടന്നു പോകുമ്പോ കുട്ടപ്പൻ എന്താ സംഭവിച്ചെന്നും പറഞ്ഞ് ഞെട്ടി നിൽക്കുമ്പോ ഇവിടെ നമ്മുടെ ചെങ്ങായി ആവട്ടെ ഏകദേശ സമയം എല്ലാം തന്നെ ഇപ്പൊ കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മുടെ ആൾക്ക് അവൻ എത്ര വിചാരിച്ചാലും ജയിക്കാൻ കഴിയില്ല എന്ന് ആ പച്ചമുടിക്കാരൻ പറയും. പക്ഷെ ഓൾറെഡി നമ്മുടെ മൊറീനോയ്ക്ക് ഒരുപാട് അടി കിട്ടിയതുകൊണ്ട് അവൻ തലകറങ്ങി താഴെ വീഴും. ആ നീഡിൽ പോയിസൺ ഉള്ളതുകൊണ്ട് ഇപ്പൊ പതിയെ പതിയെ അവന്റെ ബോധം അറിയാൻ തുടങ്ങും. അവൻ കൈ നീട്ടി അവന്റെ കത്തി എടുക്കാൻ ശ്രമിക്കുമ്പോ പച്ചമുടിയനാവട്ടെ അവന്റെ കൈ ചവിട്ടിയായിരിക്കും. അവന്റെ ശ്വാസമെടുപ്പ് പതിയെ കുറഞ്ഞു വരുമ്പോ അവന്റെ ബോസിനെ ആലോചിക്കും. എനിക്ക് അദ്ദേഹത്തിന് കൊടുത്ത വാക്ക് പാലിക്കാൻ പറ്റിയില്ലല്ലോ എന്നൊരു നിമിഷം അവൻ മനസ്സിൽ ചിന്തിക്കും. അപ്പൊ ദൂരത്തുനിന്നായിട്ട് മൊറീനോ മൊറീനോ എന്നൊരു വിളി കേൾക്കും. അത് മറ്റാരുമല്ല നമ്മുടെ കുട്ടപ്പനും സംഘവും. ചോര തുളുമ്പി മൊറീനോ നിലത്ത് കിടക്കുന്നുണ്ട്. അത് കണ്ട് നമ്മുടെ ആൾക്കാർ ഞെട്ടും. അപ്പോൾ എതിർ ടീമിന്റെ ആ ഒരു കിങ്കരൻ അവൻ ഓൾമോസ്റ്റ് ജയിക്കാനായി. അവന്റെ കിടപ്പും അവശതയും കാണുമ്പോൾ സാക്കുറയ്ക്ക് മനസ്സിലാവും അവന് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ടെന്ന്. അവൾ അവന്റെ നെഞ്ചി തല വെക്കുമ്പോ ഇവിടെ പച്ചമുടിക്കാരനാവട്ടെ നിങ്ങൾ ഇപ്പൊ തന്നെ ഇവിടുന്ന് ഓടിക്കോ, അല്ലെങ്കിൽ കൂടുതൽ വിഷമിക്കേണ്ടി വരും. നിങ്ങൾ ലീഫ് വില്ലേജിലെ എത്ര ഭീകരന്മാരായിട്ടുള്ള നിഞ്ചകളാണെങ്കിലും എനിക്ക് യാതൊരു കുഴപ്പമില്ല. ഇത് കണ്ട് കുട്ടപ്പനാവട്ടെ അവന്റെ മേത്തേക്ക് ചാട്ടി വീഴും. അപ്പൊ പച്ചമുടിക്കാരൻ വില്ലന് കലി ഇളകി അവൻ ചാടിത്തുള്ളി ബാക്കി ഉണ്ടായിരുന്ന പോയിസൺ നീഡിൽസ് എടുത്ത് നമ്മുടെ ആൾക്കാരുടെ ദേഹത്തേക്ക് വലിച്ചെറിയും. അത് കുത്തിക്കേറുമ്പോ നമ്മുടെ കുട്ടപ്പനാവട്ടെ എങ്ങനെയെങ്കിലും വലിച്ചൂരിയെടുക്കാൻ നോക്കും. അല്ലെങ്കിൽ ഒരുപക്ഷെ വിഷം മുഴുവനായിട്ട് സ്പ്രെഡായി അവർക്ക് മരണം പോലും സംഭവിക്കാം. കുട്ടപ്പൻ ഏന്തി വലിഞ്ഞെഴുന്നേറ്റ് അവനെ അടിക്കാൻ നോക്കുമെങ്കിലും അവനെ കൊണ്ട് കഴിയാതെ വീണ്ടും താഴേക്ക് വീഴും. അപ്പൊ മലയ്ക്ക് അപ്പുറത്തുനിന്നായിട്ട് ജനങ്ങളുടെ ആരവം കേൾക്കുമ്പോ എല്ലാവർക്കും പിടികിട്ടും ഫുക്കുസുക്കു കഷ്ടപ്പെട്ട് മോഡറോക്കോയില് എത്തിച്ചേർന്നുവെന്ന്. നിങ്ങൾ ഇവിടെ കിടന്ന് ചാകുമെന്ന് പറഞ്ഞ് ആ പച്ചമുടിക്കാരൻ പോകുമ്പോ കട്ട് ചെയ്ത ഫുക്കുസുക്കു അവൻ കറക്റ്റ് ആയിട്ട് ആ ഒരു ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് വസാബി ഫാമിലിയിലുള്ളവര് അവര് കരയാണ്. മല മുഴുവൻ അവൻ കഷ്ടപ്പെട്ട് വലിഞ്ഞു കയറിയതുകൊണ്ട് ഫുക്കുസുക്കുവിന്റെ കാലിന് വേദന എടുത്ത് കുറച്ചു നേരം അവനോട് അവന്റെ കൂടെ നിൽക്കുന്ന
കിടക്കുന്ന 2 ശിങ്കിടികള് നീ വേഗം ഓടിക്കോ, തീർച്ചയായിട്ടും നീ തന്നെ ജയിക്കും. നമ്മുടെ ബോസിന് ഒരുപാട് സന്തോഷാവെന്ന് പറയുമ്പോ അതിനവൻ ജാടയടിച്ച് ഓടുന്നത് ഞാനാണ്. എനിക്കറിയാം തീർച്ചയായിട്ടും ഞാൻ ജയിക്കുമെന്ന്. എനിക്ക് കുറച്ചു നേരം റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞ് അവൻ റൂമിനുള്ളിലേക്ക് തന്നെ കയറിപ്പോവും. നമ്മുടെ 2 ചേട്ടന്മാർക്കും മരിച്ചാ മതിയെന്നാവും. എന്റെ അച്ഛനും അമ്മയെ കഴിഞ്ഞ് മോശമാണല്ലോടെ ഇവന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അവരുടെ കലിപ്പ് കടിച്ചമർത്തും. നമുക്കിപ്പോ കൺട്രോൾ ചെയ്ത് നിൽക്കാം, കാരണം ഇപ്പൊ അവൻ റേസിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവൻ എന്തെങ്കിലും സംഭവിച്ചാ ബോസ് നമ്മളെ തട്ടിക്കളയുമെന്ന് അവര് പരസ്പരം പറയും. ഇവിടെ നമ്മുടെ പിള്ളേരാവട്ടെ അവര് കഷ്ടപ്പെട്ട് വേദന സഹിച്ച് ഓരോരോ സൂചികളായിട്ട് പറിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സാക്കുറ അവളുടെ കയ്യിൽ നിന്ന് ഒരു മരുന്നെടുത്ത് കൊടുത്തിട്ട് പറയും, ഇത് തേക്ക്, പെട്ടെന്ന് തന്നെ എല്ലാം ശരിയാവുമെന്ന് പറയും. ആ മരുന്ന് ആക്ച്വലി അവൾക്ക് നമ്മുടെ ഹൊക്കാഗെ ആന്റി കൊടുത്തതാണ്. ഒരുപാട് നേരം നമുക്കിവിടെ ഇരിക്കാൻ കഴിയില്ല, കാലാവസ്ഥ അത് വളരെ മോശമാണ്. അവര് മരുന്നൊക്കെ കഴിച്ച് മുൻപോട്ട് നീങ്ങുമ്പോ ഇവിടെ മൊറീനോ ആവട്ടെ അവൻ പഴയ ഇമാജിനേഷനിലേക്ക് പോവും. അവൻ ആദ്യമായിട്ട് നിഞ്ച ടാഗ് കിട്ടിയെന്ന് അവന്റെ ചേട്ടന്റെ അടുത്തേക്ക് ഓടി വന്ന് എനിക്ക് നിഞ്ച ടാഗ് കിട്ടി, ഇത്ര ചെറുപ്പത്തിലെ കെനിയനാവുന്ന ആദ്യത്തെ ആളാണ് ഞാൻ, എത്രയും പെട്ടെന്ന് ഒരു ജുനിയനായിട്ട് ഞാൻ നിന്നെ പോലെ ആകുന്നു പറഞ്ഞ് അവൻ തുള്ളിച്ചാടും. അപ്പൊ ചേട്ടൻ പ്രശംസിക്കുമെന്ന് കരുതിയാല് അവനൊരു ഉപദേശം കൊടുക്കും, നിനക്കൊരിക്കലും ഷിനോബികളുടെ ലോകം എന്താണെന്ന് അറിയില്ല, തീർച്ചയായിട്ടും നീ ഒരുപാട് അറിയാനിരിക്കുന്നു, അതിന് നീ ആദ്യം ഒരുപാട് ദൂരം പോകേണ്ടിയിരിക്കുന്നു, ജയത്തേക്കാൾ വലുതായിട്ട് മറ്റൊന്നുകൂടെ ഉണ്ട്, അത് തീർച്ചയായിട്ടും നീ തിരിച്ചറിയുന്നു പറയുമ്പോ ഇവിടെ നമ്മുടെ ആളാവട്ടെ അവൻ മെല്ലെ കണ്ണു തുറക്കും. കുട്ടപ്പൻ അവന്റെ കൈ പിടിച്ച് ഞാനാണ് അവൻ പോയി നീ ടെൻഷൻ ആവണ്ടെന്ന് പറയും. യഥാർത്ഥത്തില് അവൻ ആരാണ് എന്ന് കുട്ടപ്പൻ ചോദിക്കുമ്പോ മൊറീനോ ആവട്ടെ അവൻ ലീഫ് വില്ലേജിലെ എന്റെ ടീച്ചറായിരുന്നു. ഇത് കേട്ട് നമ്മുടെ ആൾക്കാർ ഷോക്കാവും. അവൻ പറയും, റൊക്കൂഷു ആ പച്ചമുടിക്കാരൻ അവൻ ലീഫ് വില്ലേജിലെ ഒരു നിഞ്ചയായിരുന്നു, അവൻ ലീഫ് വില്ലേജിനെ ചതിച്ചിട്ട് ഈ വില്ലേജിലേക്ക് മാറി. അപ്പൊ സാക്കുറ പറയും, നിന്റെ എല്ലിന് നല്ല ബലമുണ്ട്, അതുകൊണ്ട് എല്ലിനൊന്നും പറ്റിയില്ല, പക്ഷെ നിന്റെ ബ്ലഡ് പുറത്തേക്ക് പോകുന്നുണ്ട്, അതുകൊണ്ട് റെസ്റ്റ് എടുക്കാനായിട്ട് പെങ്കുച്ചു പറയും. അപ്പൊ സാക്കുറ ആ കത്തിയെടുത്ത് ഇതെന്തിനാണ് നീ കൊണ്ടു നടക്കുന്നതെന്ന് ചോദിക്കും. അവൻ പറയാൻ തുടങ്ങുന്നതിന് മുൻപായിട്ട് കുട്ടപ്പനാവട്ടെ നീ എന്തിനാണ് ലീഫ് വില്ലേജിൽ നിന്ന് ഇവിടേക്ക് വന്നതെന്ന് അടുത്ത ചോദ്യം ചോദിക്കും. കാരണം ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, പക്ഷെ എന്തോ ഒരു ജൂനിയർ എക്സാം പേടിച്ചാണ് ഞാൻ അവിടുന്ന് ഓടി വന്നത്. അപ്പൊ ആ സമയത്തായിരിക്കും മൊറീനോ ഗൊക്കുസു, അതായത് നമ്മുടെ പച്ചമുടിക്കാരനെ കണ്ടുപിടിക്കുക. നീ ടെൻഷനൊന്നും ആവണ്ട, എക്സാം ഒന്നും എഴുതാതെ നിനക്ക് തീർച്ചയായിട്ടും ഗനീനായിട്ട് മാറാൻ കഴിയുമെന്ന് പറയുമ്പോ ചെക്കൻ അവനെ കണ്ണു അടച്ച് വിശ്വസിച്ച് അവന്റെ കൂടെ കൂടും. അവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താല് രാത്രിയില് നമ്മുടെ മൊറീനോ ആവട്ടെ പച്ചമുടിക്കാരനെ വീണ്ടും മീറ്റ് ചെയ്യും. നീ ലീഫ് വില്ലേജിലെ സെക്കൻഡ് ഹൊക്കാഗയുടെ ആ ഒരു സ്ക്രോളും ലെജൻഡറി ബ്ലേഡും എനിക്ക് മോഷ്ടിച്ചു കൊണ്ടുതരാൻ പറയും. അതങ്ങനെ തന്നെ കേട്ട് മൊറീനോ ആവട്ടെ സ്ക്രോളും ബ്ലേഡും അടിച്ചു മാറ്റി അവന്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കും. നീ പറഞ്ഞതുപോലെ ഞാൻ ചെയ്തു, ഇനി എനിക്ക് ഗനീനാവാൻ സാധിക്കുമെന്ന് അവൻ ചോദിക്കും. നീ തീർച്ചയായിട്ടും റെയിൻ വില്ലേജിലേക്ക് വരികയാണെങ്കിൽ നിനക്കതാവാൻ സാധിക്കുമെന്ന് പച്ചമുടിക്കാരൻ പറയുമ്പോൾ നമ്മുടെ ചെറുക്കൻ അവൻ കൺഫ്യൂഷൻ അടിച്ചു നിൽക്കും. ഇനിയിപ്പോ എന്തായാലും നിനക്ക് മറ്റൊരു വഴിയുമില്ല, കാരണം നീ ലീഫ് വില്ലേജിനെ ചതിച്ചു, അതുകൊണ്ട് നല്ല കുട്ടിയായി നീ എന്റെ പുറകെ വായോന്ന് പറയുമ്പോ നമ്മുടെ ചെറുക്കന് മനസ്സിലാവും അവൻ പെട്ടുവെന്ന്. എന്തായാലും നീ പെട്ടു, അവരുടെ കയ്യിൽ കിട്ടിയാല് തീർച്ചയായിട്ടും അവർ നിന്നെ ജയിലിലടയ്ക്കും. അന്ന് പേടിച്ച് ഞാൻ ഗ്രാമത്തിൽ നിന്ന് ഓടിയതാണ്, പിന്നീട് ഇവിടെ വരെ എത്തി. ഇപ്പൊ എന്റെ ബോസ് ആളുടെ ആഗ്രഹം പോലും എന്നെ കൊണ്ട് സാധിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല, എനിക്ക് ജീവിക്കാൻ പോലും യാതൊരു അർഹതയുമില്ല, എന്റെ ലൈഫ് അത് വേസ്റ്റ് ആണെന്ന് പറഞ്ഞ് അവൻ കരയാൻ തുടങ്ങും. കുട്ടപ്പൻ ടെൻഷനായിട്ട്, നിർത്തിനടാ നിന്റെ ഡയലോഗ്, എന്നെ വിശ്വസിക്കുന്ന ഒരാളെങ്കിലും ഇനി ഭൂമിയിലുണ്ട്, അവർക്ക് വേണ്ടി അവരുടെ ലക്ഷ്യത്തിന് വേണ്ടി തീർച്ചയായിട്ടും നീ മുൻപോട്ട് പോകണം. യെസ് യു ക്യാൻ, എഴുന്നേക്ക്, നമുക്കിപ്പൊ തന്നെ ജയിക്കണം എന്ന് പറഞ്ഞ് നറൂട്ടോ അവനെ പൊക്കിയെടുക്കുമ്പോ സാക്കുറ ആവട്ടെ അവനെ കൊണ്ട് തീരെ വയ്യ, അവനെ നിർബന്ധിക്കരുതെന്ന് അവള് പറയുമ്പോ ഇവിടെ കുട്ടപ്പനാവട്ടെ അവന്റെ കോളറെ പിടിച്ചു പൊക്കും. അവള് വീണ്ടും നറൂട്ടോയെ പിടിക്കാൻ പോകുമ്പോ സാസുകെ ആവട്ടെ അവളുടെ കയ്യിൽ പിടിച്ചു വെക്കും. ജിറോച്ചി നിനക്കായിട്ടാണ് കാത്തിരിക്കുന്നത്, എഴുന്നേറ്റ് വാന്ന് പറയുമ്പോ ഇവിടെ ജിറോച്ചി ആവട്ടെ കൂടെ നിൽക്കുന്ന എല്ലാവരും മൊറീനോയെ തള്ളി പറയും. പക്ഷെ ജിറോജിക്ക് അവനിപ്പോഴും മൊറീനോയിൽ വിശ്വാസമാണ്. കട്ട് ചെയ്ത വീണ്ടും കുട്ടപ്പൻ നിനക്ക് വേണ്ടിയിട്ടാണ് ഒരു ഗ്രാമം മുഴുവൻ കാത്തിരിക്കുന്നത്, അവർക്കിപ്പോ നീ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോ അവൻ ഓരോരുത്തരായിട്ട് ഓർക്കാൻ തുടങ്ങും. എന്നെ എടുക്ക്, എനിക്ക് ഈ ലക്ഷ്യം പൂർത്തിയാക്കണമെന്ന് പറയുമ്പോ കുട്ടപ്പനാവട്ടെ അവനെ കോരിയെടുത്ത് ഓടാൻ തുടങ്ങും. അങ്ങനെ ചീറിപ്പാഞ്ഞ് അവർ ഓടുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.